സർ, കേരളത്തിലെ കാർഷിക രംഗം 2011-12 മുതൽ തളർച്ചയിലായിരുന്നു. എന്നാൽ ഈ തളർച്ചയുടെ ഘട്ടത്തെ നാം കഴിഞ്ഞ 5 വർഷങ്ങളിൽ മറികടന്നു. കാർഷിക മേഖലയിലെ വളർച്ച ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നു. കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ട്. കാർഷികാനുബന്ധ മേഖലയുടെ പദ്ധതി അടങ്കൽ 2071.95 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. ഇത് 234.73 കോടി രൂപ കേന്ദ്രവിഹിതമായി പ്രതീക്ഷിക്കുന്നതാണ്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ കാർഷിക മേഖലയിലെ പദ്ധതി ചെലവ് ഗണ്യമായ വർധനവ് കൈവരിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കാർഷിക മേഖലയിലെ വളർച്ചയ്ക്കായി ലോകബാങ്ക് വായ്പാ സഹായത്തോടെ കേരള ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ കേര എന്ന ബൃഹത്തായ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി വരുന്നു. കേരള പദ്ധതിക്കായി 100 കോടി രൂപ നീക്കിവെക്കുന്നു. നെല്ലിൻ്റെ സംഭരണ വില ഈ സർക്കാർ കിലോയ്ക്ക് 30 രൂപയായി വർദ്ധിപ്പിച്ചു. സർ, നെൽകൃഷിക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇൻപുട്ട് സബ്സിഡികൾ നൽകുന്നത് കേരളത്തിലാണ്. എല്ലാ സീസണിലും ഹെക്ടറിന് 5000 രൂപ നിരക്കിൽ ഇൻപുട്ട് സഹായവും 1000 രൂപ നിരക്കിൽ ഉൽപ്പാദന ബോണസും ഉടമയ്ക്ക് 3000 രൂപ റോയൽറ്റിയും നൽകി വരുന്നു. തരിശുഭൂമിയിൽ നെൽകൃഷി ചെയ്യുന്നതിന് ഹെക്ടറിന് 40,000 രൂപ വരെയും സഹായം നൽകി വരുന്നു. സർ, കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന 95% നെല്ല് സർക്കാരാണ് സംഭരിക്കുന്നത്. നിലവിൽ PRS വായ്പാ രീതി ഒഴിവാക്കി പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി കർഷകർക്ക് സംഭരണ സമയത്ത് തന്നെ നേരിട്ട് പണം നൽകുന്ന പുതിയ ദ്വിതല സംഭരണ സംവിധാനമാണ് നടപ്പാക്കുന്നത്. കേരള ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെയും ഡിജിറ്റൽ പോർട്ടലിൻ്റെ മേൽനോട്ടത്തിലും വരാനിരിക്കുന്ന സീസൺ മുതൽ തന്നെ ഈ സംവിധാനം നിലവിൽ വരും. നെല്ല് വികസന പദ്ധതികളുടെ സംയോജനത്തിനായി 150 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സമഗ്ര പച്ചക്കറി കൃഷി വികസനത്തിനായി 78.45 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് VFPCക്ക് 18 കോടി രൂപയും കൃഷി വകുപ്പിൻ്റെ വിവിധ പച്ചക്കറി വികസന പ്രവർത്തനങ്ങൾക്കായി 60.45 കോടിയും രൂപ ഉൾപ്പെടുത്തുന്നു. നാളികേര വികസനത്തിനായി 73 കോടി രൂപ വകയിരുത്തുന്നു. സുഗന്ധവ്യഞ്ജന വികസന പദ്ധതിയുടെ അടങ്കൽ 7.6 കോടിയിൽ നിന്ന് 15 കോടിയായി വർദ്ധിപ്പിക്കുന്നു. സർ, സംസ്ഥാനത്ത് പഴവർഗ്ഗങ്ങൾ, പൂക്കൾ, ഔഷധസസ്യങ്ങൾ എന്നിവയുടെ കൃഷി വ്യാപിപ്പിക്കുന്നതിനും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനും 20.92 കോടി രൂപ വകയിരുത്തുന്നു. കേരള കാർഷിക സർവകലാശാലയ്ക്ക് 78 കോടി രൂപ വകയിരുത്തുന്നു. ഉൽപ്പാദന സംഘങ്ങളുടെ സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. മണ്ണിൻ്റെ ആരോഗ്യ പരിപാലനവും ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തലും പദ്ധതിക്കായി 31.15 കോടി വകയിരുത്തുന്നു. ജൈവകൃഷിയും ഉത്തമ കൃഷി രീതികളും പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിക്കായി 5.25 കോടി രൂപ വകയിരുത്തുന്നു. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനത്തിനും വിതരണത്തിനും കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള ഫാമുകൾ മെച്ചപ്പെടുത്തുന്നതിനായി 13.44 കോടി രൂപ വകയിരുത്തുന്നു. കാർഷിക മേഖലയിൽ ശാസ്ത്രവിജ്ഞാന വ്യാപനം മെച്ചപ്പെടുത്തുന്നതിനായി 15.40 കോടി രൂപ വകയിരുത്തുന്നു. സർ, തൊഴിലാളി ക്ഷാമം മറികടക്കുന്നതിനും യന്ത്രവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാർഷിക സേവന കേന്ദ്രങ്ങൾ, കാർഷിക കർമ്മസേനകൾ, കസ്റ്റം ഹിയറിംഗ് സെൻ്ററുകൾ എന്നിവ ശക്തിപ്പെടുത്തി പ്രവർത്തനങ്ങൾ ഏകീകരിച്ച് ഒറ്റ കേന്ദ്രത്തിലൂടെ സേവനങ്ങൾ നൽകുന്നതിന് ലക്ഷ്യമിടുന്ന പദ്ധതിക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. വിള ഇൻഷുറൻസ് പദ്ധതിക്കായി 33.14 കോടി രൂപ വകയിരുത്തുന്നു. രാഷ്ട്രീയ കൃഷി വികാസ് യോജന, കൃഷി ഉന്നതി യോജന, മറ്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്നിവയുടെ സംസ്ഥാന വിഹിതമായ 40% 78.14 കോടി രൂപ വകയിരുത്തുന്നു. ആധുനിക കാർഷിക രീതികൾ പരിചയപ്പെടുത്തുന്ന പദ്ധതിക്കായിട്ട് യുവതലമുറയെ കാർഷിക രംഗത്തേക്ക് ആകർഷിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും. സർ, ഹൈടെക് പ്രിസിഷൻ ഫാമിങ്ങിൽ സംരംഭങ്ങൾ തുടങ്ങാൻ 3% പലിശ സബ്സിഡിയോടെ വായ്പകൾ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിക്കായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഈ 10 കോടി രൂപ പലിശയുടെ ഇളവിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതാണ് പ്രത്യേകത. മണ്ണ് സംരക്ഷണം, ജലസംരക്ഷണ മേഖലയിലെ വിവിധ പദ്ധതി പ്രവർത്തനങ്ങൾക്കായി 81.24 കോടി രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണം, കേരളത്തിലെ പാലുൽപാദനത്തിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പ്രതിദിനം 10 ലക്ഷം ലിറ്ററിൻ്റെ വർധനവ് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാംസോൽപാദന മേഖലയിലും പൗൾട്രി മേഖലയിലും പുതിയ നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സാർ, മൃഗസംരക്ഷണ മേഖലയിൽ പൊതുവിലുള്ള സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വലിയ ഡയറി ഫാമുകളും അറവുശാലകളും കൊണ്ടുവരികയും വേണം. തീരെ ചെറിയ ഉൽപ്പാദന യൂണിറ്റുകളിൽ നിന്ന് വളർന്ന് 50-100 പശുക്കളുള്ള ഡയറി ഫാമുകളും 10,000-20,000 അതിൽ കൂടുതലോ പക്ഷികളുള്ള പൗൾട്രി ഫാമുകളും വൃത്തിയുള്ളതും ലോകോത്തര നിലവാരത്തിലുള്ള അറവുശാലകളും നമുക്ക് അടിയന്തരമായി വേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി 2021 പഞ്ചായത്ത് മുനിസിപ്പൽ ചട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഭേദഗതികൾ ഈ സർക്കാർ കൊണ്ടുവന്നിരുന്നു. മൃഗസംരക്ഷണ മേഖലയ്ക്ക് 318.46 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്നും 12.76 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. സങ്കരയിന ബീജസങ്കലന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിക്കായിട്ട് 9.2 കോടി രൂപ വിലയിരുത്തുന്നു. മൃഗസംരക്ഷണ സേവനങ്ങൾ വീട്ടുപടിക്കൽ ലഭ്യമാക്കുന്ന പദ്ധതിക്കായി 18.5 കോടി രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള ഫാമുകളുടെ സംരക്ഷണത്തിന് 18 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ വെറ്റിനറി സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആകെ വിഹിതമായി 38 കോടി രൂപ വകയിരുത്തുന്നു. പ്രത്യേക കന്നുകുട്ടി പരിപാലന പരിപാടിയുടെ ഭാഗമായി 7.5 കോടി രൂപ വകയിരുത്തി പദ്ധതി വിഹിതം അധികമായി വകയിരുത്തി 48.5 കോടി രൂപയിൽ നിന്നും 56 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. മൃഗചികിത്സാ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് 44.5 കോടി രൂപ വകയിരുത്തുന്നു. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 30.46 കോടി രൂപയും പൗൾട്രി വികസന കോർപ്പറേഷൻ 10 കോടി രൂപയും വകയിരുത്തുന്നു. മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യക്ക് 6.14 കോടി രൂപ വകയിരുത്തുന്നു. കേരള ഫീഡ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 22.2 കോടി രൂപ വകയിരുത്തുന്നു. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്കായി 69 കോടി രൂപ വകയിരുത്തുന്നു. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ 8.7 കോടി രൂപ
വകയിരുത്തുന്നു. ക്ഷീരവികസനം സാർ, ക്ഷീരവികസന മേഖലയ്ക്കായി 26-27 വർഷത്തിലാകെ 128.05 കോടി രൂപ വകയിരുത്തുന്നു. ധർമ്മടം വേങ്ങാട് ഗ്ലോബൽ ഡയറി വില്ലേജ് പദ്ധതിയുടെ തുടർ നടത്തിപ്പിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. വാണിജ്യ ക്ഷീരവികസന പ്രവർത്തനങ്ങൾ മിക്സഡ് വികസന പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തുന്നതിന് 5.2 കോടി രൂപ അധികം അനുവദിച്ച് പദ്ധതി വിഹിതം 45 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാനത്തെ ഗ്രാമീണ ക്ഷീര വിപുലീകരണത്തിനും കാർഷിക ഉപദേശ സേവനങ്ങൾക്കുള്ള വിഹിതം 12 കോടിയായി വർദ്ധിപ്പിക്കുന്നു. പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങളുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ആധുനികവൽക്കരിക്കുകയും ചെയ്യുന്നതിന് 22.55 കോടി രൂപ വകയിരുത്തുന്നു. പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ലബോറട്ടറികൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി 8 കോടി രൂപ വകയിരുത്തുന്നു. പാലുൽപ്പാദകർക്ക് കാലിത്തീറ്റ സബ്സിഡി നൽകുന്നതിനായി 8 കോടി രൂപ വകയിരുത്തുന്നു. ക്ഷീര കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിന് ക്ഷീര കർഷക സമിതിയിലേക്ക് 4 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സ്റ്റേറ്റ് ഫോഡർ ഫാമും മോഡൽ ഡയറി യൂണിറ്റും തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽ തേരിയിൽ സ്ഥാപിക്കുന്നതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു.